യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് ശരി. അപ്പോ അന്ന് താനും തന്റെ തന്തയും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാനല്ലോ. ഇവൾക്ക് ഇവളുടെ കള്ളക്കാമലിൽ നിന്നുണ്ടായ കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞല്ലോ. താനും തന്റെ അച്ഛനും കൂടെ ഈ മൂദേവി എന്നെ തലയെ കെട്ടി വെച്ചത്. അന്ന് ഇവളുടെ പേരിൽ ഇക്കണ്ട സ്വത്തൊക്കെ എഴുതി തരുമ്പോ ഇങ്ങനെ ഒരു അവകാശി പിന്നീട് ഉണ്ടെന്ന് താൻ ഒളിപ്പിച്ചു വെച്ചു അല്ലടോ. അരവിന്ദ, ഞാനൊന്ന് പറയട്ടെ. താനൊരു കോപം പറയണ്ടോ. ഇങ്ങനെ ഒരു മുട്ടാച്ചിറക്കിലേക്ക് എന്റെ തലയെ കെട്ടിവെച്ചതൊന്നും പോരാ. അവസാന കാലത്ത് എനിക്കും മക്കൾക്കും ഉപകാരമില്ലാത്ത സ്വത്ത് മുഴുവനും ആ പെണ്ണിന് എഴുതി വച്ചെങ്കിൽ അത് അവളും അനുഭവിക്കാൻ പോകുന്നില്ല. അരവിന്ദ, അങ്ങനെ കുട്ടിയില്ല. ഉണ്ടോ ഇല്ലയോന്ന് അങ്കിളല്ല അമ്മ പറയട്ടെ. അച്ഛനെ കെട്ടുന്നതിന് മുൻപ് അമ്മയ്ക്ക് വേറെ ആരായിട്ടായിരുന്നു റിലേഷൻ? നിങ്ങൾ പിഴച്ചു പ്രസവിച്ചു അല്ലേ? അഭിജിത്തെ, അവള് നിങ്ങളുടെ അമ്മയാണ്. അത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. അമ്മ എന്നത് പേരിൽ മാത്രം പോരാ, പെരുമാറ്റത്തിലും കാണിക്കണം. ആ രമേശിനും കൂടി അറിഞ്ഞില്ലേ അമ്മയുടെ പഴയകാല കാര്യങ്ങളൊക്കെ? ഇനി ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും ഞങ്ങൾക്കൊക്കെ? അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദമായിട്ട് ആരും വരാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് മുത്തശ്ശൻ ഇത് എഴുതി വെച്ചത്? സത്യം പറയടി, ഇപ്പോഴും നിനക്ക് അവനുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോന്ന്? അരവിന്ദ, അനാവശ്യം പറയും. അനാവശ്യം കാണിച്ചതേ തന്നെ പെങ്ങളാ, അല്ലാതെ ഞാനല്ല. കാര്യം ചോദിക്കും ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു നേരം രാത്രി വൈകി വരുമ്പോ എന്തൊരു ഉപദേശമായിരുന്നു നിങ്ങൾ കാണിച്ച വൃത്തികേട്. പക്ഷെ ഞാൻ കാണിക്കാൻ പോയിട്ടില്ല. വായടക്കടി. ഇവൾ ഒരു വൃത്തികേട് കാണിച്ചിട്ടില്ല. ഒരാളെ സ്നേഹിച്ചു, അവൻ അവളെ ചതിച്ചിട്ട് പോയി. അപ്പൊ ഞങ്ങൾ എന്ത് വേണമായിരുന്നു? ഞങ്ങൾ ഇവിടെ കൊന്നു കളയണമായിരുന്നോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഈ നിൽക്കുന്ന മനുഷ്യൻ, നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഇവിടെ കെട്ടിയത്. എന്നിട്ട് കെട്ടിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് സമാധാനം കൊടുത്തിട്ടുണ്ട് ഇയാൾ ഇവക്ക്. വല്ലവന്റെ എച്ചിലെടുത്ത് ഞാൻ പൂജാമുറി വെച്ച് സൂക്ഷിക്കണമായിരിക്കും അല്ലേ? അച്ഛൻ ഇത്രയും കാലം ഇവരോട് ഇത്രയെങ്കിലും മാന്യമായിട്ട് പെരുമാറിയില്ലെന്ന് തോന്നല ഇപ്പൊ ഞങ്ങൾക്ക്. ഓഹോ, ഇപ്പോ നിന്റെ അച്ഛൻ അങ്ങ് വിശുദ്ധനായി അല്ലേ? എന്താ സംശയം? എന്തായാലും ഇങ്ങനൊരു നാണക്കേട് ഞങ്ങൾക്ക് അച്ഛനുണ്ടാക്കി തന്നിട്ടില്ല. ഇത്രയും കാലം നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇനി ഉണ്ടാകാനും പോകുന്നില്ല. പ്രായം ചെന്ന മക്കള് സ്വത്ത് കച്ചവടം ചെയ്യാൻ നോക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ആദ്യ കാമുകനിൽ ജനിച്ച മകള് അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നത് നാണക്കേടല്ലേ? അങ്ങനെ ഒരാൾ തേടി വരില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഞാനാടാ ആ കുഞ്ഞിനെ കൊന്നു കളയാൻ ഏൽപ്പിച്ചത്. അത് തന്നെയാടാ എന്റെ ഉറപ്പ്. മോളെ അഞ്ജന, മോളെ മോളെ അഞ്ജന, അതിലെ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് പോ. മോളെ 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 അഞ്ജന, മോളെ മോളെ അഞ്ജന, മോളെ മോളെ കണ്ണു തുറക്കും. മോളെ അഞ്ജന, മോളെ ഒന്ന് വേഗം വെള്ളം കൊണ്ടുപോ. മോളെ 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 കണ്ണു തുറക്കും. ഇവിടുത്താ മോളെ, മോളെ കണ്ണു തുറക്ക്. മോളെ കണ്ണു തുറക്ക്. മോളെ എഴുന്നേക്ക്. പാവം, ചത്തതല്ല കൊന്നളഞ്ഞെന്ന് കേട്ടപ്പോഴേ ബോധം പോയി. പേടിച്ച് പെറ്റതും പോരാ, ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്ന് ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എഴുന്നേക്ക്, അകത്തേക്ക് നടക്കാം. വാ, എഴുന്നേക്ക്. പതിയെ. മോളെ അറിയൊക്കെ എന്റെ കുഞ്ഞിനെ എന്താ ചെയ്തേ? പറ. താനതിനെ കൊന്നു കളഞ്ഞില്ലടോ
കരച്ചിലും നാടകമൊക്കെ കളിച്ച് ഈ വിഷയത്തിൽ നിന്ന് മാറാനും നോക്കണ്ട. ഇതെങ്ങനെ പരിഹരിക്കുന്ന ആദ്യം പറ. അതെ, ആ പെണ്ണിനെ നിങ്ങൾ കൊന്നു കളഞ്ഞെങ്കിൽ അങ്ങനെ ഒരാളില്ലെന്ന് തെളിയിക്കുന്ന രേഖയായിട്ട് നിങ്ങൾ വാ. അങ്ങനെ ഒരു പെണ്ണില്ലെന്ന് ആര് പറഞ്ഞു? ഇവൻ കൊള്ളമേ പറയൂ. ഇവൻ അവളെ കൊന്നെങ്കിൽ ഇവന്റെ തന്ത എങ്ങനെ അവളുടെ പേരിൽ എസ്റ്റേറ്റ് എഴുതി വെക്കും? അവൾ ഇവന്റെ കസ്റ്റഡിയിൽ തന്നെ ജീവനോടെ ഉണ്ടാവും. പ്രായപൂർത്തിയാവുമ്പോ എല്ലാ സ്വത്തും അവളുടെ പേരിലേക്ക് മാറ്റി സ്വന്തമാക്കാൻ വേണ്ടി ഇവൻ പറയുന്ന കള്ളക്കഥകളാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും അനുഭവിപ്പിക്കരുതെന്നേ ഇവൻ വിചാരിച്ചിട്ടുള്ളൂ. അരവിന്ദ, ഇനി സംസാരിക്കാൻ നിൽക്കരുത്. നീയും നിന്റെ തന്തയും ആദ്യം ഇവിടെ എന്റെ തലയിൽ കെട്ടിവെച്ച് ചതിച്ചു. ഇപ്പൊ എന്റെ മക്കളെയും. അരവിന്ദ, എന്റെ പെങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ തനിക്കറിയാം. അവൾക്ക് അനുഭവിക്കാനുള്ള സ്വത്ത് മറ്റൊരാൾക്ക് നൽകാൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? എന്നാ പിന്നെ നിന്റെ അച്ഛൻ എന്തിനാ ഈ പണി ഞങ്ങളോട് ചെയ്തെന്ന് ആദ്യം പോയി അന്വേഷിക്ക. എന്നിട്ട് എല്ലാം ഞങ്ങളെ പറ്റി ശരിയാക്കിത്താ, എന്നിട്ട് സംസാരിക്കണ. അരവിന്ദ, അച്ഛൻ ഇങ്ങനൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്നാ പോയി അന്വേഷിച്ചിട്ട് പാടാ. അതുവരെ നിന്റെ ഈ പെങ്ങളെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇവിടെ ഉപേക്ഷിക്കണോ അതോ ഇല്ലാതാക്കണോന്ന്. ഷോ കാണിക്കാതെ ആദ്യം ആധാരത്തിന്റെ കാര്യം പോയി നോക്കിയിട്ട് പാടോ, എന്നിട്ടാവാം ബാക്കി.